സ്വാഗതം ടോപ് 10ലേക്ക്. കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പുതുവത്സര സമ്മാനങ്ങൾ ട്രെയിൻ യാത്രക്കാർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ, ബുള്ളറ്റ് ട്രെയിൻ, ഹൈഡ്രജൻ ട്രെയിൻ ഗതാഗത ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിൻ യാത്രക്കാർക്ക് സമയനഷ്ടമില്ലാതെ വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനം. അതും ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യകളുടെ സൗകര്യങ്ങളോടെയൊക്കെ അത് അവതരിപ്പിക്കുമ്പോൾ. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അയ്യനെയെങ്കിലും ശബരിമലയിൽ ബാക്കി വെച്ചിട്ടുണ്ടാകുമോ കള്ളക്കൂട്ടങ്ങൾ എന്ന ആശങ്കയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. मैं आप सब अभी से टिकट खरीदता हूँ. सूरत से बिलीमोरा ओपन होगा, उसके बाद में वापी से सूरत ओपन होगा, उसके बाद में वापी से अहमदाबाद ओपन होगा. വേഗതയ്ക്ക് പുതിയ മാനം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതുവത്സര സമ്മാനം. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിലോടാൻ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത വർഷം ഓഗസ്റ്റ് 15 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 140 കിലോമീറ്റർ വേഗതയിൽ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഇക്കൊല്ലം ട്രാക്കിലിറങ്ങും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. ശബരിമലയിൽ ഇനി ശേഷിക്കുന്നത് അയ്യപ്പ വിഗ്രഹം മാത്രമോ? കള്ളന്മാർ കട്ടത് ശിവവ്യാളി രൂപങ്ങളിലെ 7 പാളികൾ മുതൽ പ്രഭാമണ്ഡലത്തിലെ അടക്കം സ്വർണമെന്ന് ഹൈക്കോടതിയിൽ SITയുടെ റിപ്പോർട്ട്. പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ അടുത്തെന്നും മഹാതട്ടിപ്പുകാർ എങ്ങനെ അവിടെ എത്തപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി. തനിക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പുതിയ പണിയെന്ന് അടൂർ പ്രകാശ്. ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ നിർണായക നീക്കവുമായി ഇന്ത്യ. അന്തരിച്ച ബീഗം ഖാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് പിന്തുണ അറിയിച്ച് ഇന്ത്യ. തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയിലുള്ളത് 391 പാക് സിവിലിയൻ തടവുകാർ. 58 ഇന്ത്യക്കാർ പാക് തടവിൽ. ഉടൻ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ. വെള്ളാപ്പള്ളി നടേശനെ തള്ളിയും തലോടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI വഞ്ചനയും ചതിയും കാട്ടുന്ന പാർട്ടിയല്ലെന്നും LDFിലെ പ്രധാന ഘടകകക്ഷിയെന്നും മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ബിനോയ് വിശ്വമല്ല താനെന്നും പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറിൽ കയറ്റിലായിരിക്കും. ഞാൻ കാറിൽ കയറ്റിയത് ശരിയാണ്. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനത്തോട് ബഹുമാനമെന്നും പ്രസ്താവനയെ തള്ളുന്നുവെന്നും MA ബേബി. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ചത് അണുബാധയെ തുടർന്ന് എന്ന ആക്ഷേപവുമായി കുടുംബങ്ങൾ. രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇൻഡോറിൽ മലിനജലം കുടിച്ച് 13 പേർ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണ നീക്കവുമായി സംസ്ഥാന സർക്കാർ. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. സമാധാനത്തിലൂന്നിയ കേരളമാണോ വർഗീയതയിലൂന്നിയ ഭരണമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും ജീവിതപാതയിൽ ജീർണതകളെ ഉപേക്ഷിക്കണമെന്നും അമ്മയുടെ പുതുവത്സര സന്ദേശം. ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആരാധകരെ നിരാശരാക്കി അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. വിദേശ ക്ലബിലേക്ക് ചേക്കേറാനുള്ള തീരുമാനത്തിന് പിന്നിൽ ISL തുടങ്ങുന്നതിലെ അനിശ്ചിതത്വം. ക്ലബിനോട് കലഹിച്ച് ചെൽസിയുടെ പരിശീലക സ്ഥാനമൊഴിഞ്ഞ എൻസോ മറേസ്ക. പുതുവർഷാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിൽ ബാറിൽ സ്ഫോടനം, വൻ തീപിടുത്തം. 40-ലേറെ പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയരാൻ സാധ്യത. ആക്രമണ സാധ്യത തള്ളി പോലീസ്.
സ്റ്റോറി ഓഫ് ദ ഡേ: തനിമയോടെ അനുകരണം. പുതുവർഷത്തിൽ നിലം തൊടാതെ പറക്കാൻ റെയിൽവേ. ബുള്ളറ്റ് ട്രെയിനും ഹൈഡ്രജൻ തീവണ്ടിയും വന്ദേ ഭാരത് സ്ലീപ്പറും ഒക്കെയായി വേഗതയ്ക്ക് പുതിയ മാനം നൽകാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. ഗതാഗത ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുന്ന നേട്ടമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ നേട്ടങ്ങളെ വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-ന് ട്രാക്കിലിറങ്ങും. ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ റീച്ച് പരീക്ഷണ ഓട്ടം ഈ വർഷം നടക്കും. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് പാതയിൽ 320 കിലോമീറ്ററാണ് വേഗം. 5 ഘട്ടമായിട്ടാണ് പാതകൾ പൂർത്തിയാക്കുക. ആദ്യഘട്ടം സൂറത്ത് മുതൽ ബിലിമോറ വരെയാണ്. വാപ്പി മുതൽ അഹമ്മദാബാദ് വരെയാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം താനെ മുതൽ അഹമ്മദാബാദ് വരെ. തുടർന്നുള്ള ഘട്ടം മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറച്ച് ഇന്റർസിറ്റി യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ഹൈഡ്രജൻ തീവണ്ടി 2026 ട്രാക്കിലിറങ്ങും. ഹരിയാനയിലെ ജിന്ദ് സോനാപത്ത് ആണ് റൂട്ട്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 35 ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ഡീസൽ വൈദ്യുതി എഞ്ചിനുകളിൽ നിന്ന് വിഭിന്നമാണ് ഹൈഡ്രജൻ വണ്ടിയുടെ എഞ്ചിൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക വിഭവമായി വെള്ളം ഉപയോഗിക്കും. തീവണ്ടിയുടെ ചലനത്തിനാവശ്യമായ വൈദ്യുതിക്കായി ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇവ ഓക്സിജനുമായി ചേർന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഓരോ ഹൈഡ്രജൻ വണ്ടിയുടെ ഓരോ ബോഗിയിലും ഫ്യൂവൽ സെല്ലുകൾ ഉണ്ടാകും. കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലിഥിയം ബാറ്ററിയിൽ ശേഖരിക്കും. തീവണ്ടി പുറന്തള്ളുന്നത് നീരാവി മാത്രമാണ്. മണിക്കൂറിൽ 140 കിലോമീറ്ററാണ് വേഗം. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് പ്രഖ്യാപിച്ചു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ആദ്യ സർവീസ്. ആഹാരം ഉൾപ്പെടെ തേർഡ് AC-യുടെ നിരക്ക് 2300 രൂപയാണ്. സെക്കൻഡ് AC-യിൽ 3000 രൂപയും ഫസ്റ്റ് AC-യിൽ 3600 രൂപയുമാണ് ഗുവാഹത്തി മുതൽ കൊൽക്കത്ത വരെ നിരക്ക്. 11 എയർ കണ്ടീഷൻഡ് 3 ടയർ കോച്ചുകൾ, 4 എയർ കണ്ടീഷൻഡ് 2 ടയർ കോച്ചുകൾ, 1 എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവ സ്ലീപ്പറിൽ ഉൾപ്പെടുന്നു. കുഷൻ ചെയ്ത ബർത്തുകൾ, ചെറിയ നൈറ്റ് ലൈറ്റിംഗ് വിഷ്വൽ ഡിസ്പ്ലേ, ഓഡിയോ അനൗൺസ്മെന്റുകൾ, നൂതന ബയോ വാക്വം ടോയ്ലറ്റുകൾ തുടങ്ങി ഒരിക്കൽ വന്ദേഭാരത് സ്ലീപ്പറിൽ കയറിയാൽ ആജീവനാന്തം അവിസ്മരണീയമാകും യാത്രയെന്നാണ് റെയിൽവേയുടെ ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസിൽ നിന്ന് തുടരെ തട്ടുകിട്ടുന്ന CPM-നും മുഖ്യമന്ത്രിക്കും തിരിച്ചടിക്കാൻ കിട്ടിയ വടിയായി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അടൂർ പ്രകാശിന്റെയും ആ ഫോട്ടോ. ആ വടിയെടുത്ത് കോൺഗ്രസിനെ ഇന്ന് മുഖ്യമന്ത്രി തലങ്ങും വിലങ്ങും തല്ലി. പോറ്റി ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്നും. എങ്ങനെ മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയുടെ അടുത്തെത്താൻ കഴിഞ്ഞു എന്നുമുള്ള ചോദ്യം ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കാട്ടിയാണ് UDF-ഉം LDF-ഉം പരസ്പരം പോരടിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തതും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതും ഇരു പാർട്ടികളും രാഷ്ട്രീയ ആയുധമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രി ആരോപണം കടുപ്പിക്കുന്നത്. പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലെന്ന് ആരോപിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? എന്നാൽ SIT തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ
അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത നടപടിയിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി പലരെയും ചോദ്യം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ ചോദ്യം ചെയ്യുന്ന കാര്യമൊക്കെ താൻ അറിഞ്ഞത് മാധ്യമങ്ങളുടെ മാത്രമെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. തനിക്ക് യാതൊരു അറിവുമില്ല, തന്നെ വിളിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും അടൂർ പ്രകാശ് തൃശ്ശൂരിൽ പറഞ്ഞു. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിലുണ്ടായിരുന്ന സമയത്ത്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. ശബരിമലയിൽ പൊന്നായതെല്ലാം പറ്റിച്ചെടുത്തോ പോറ്റിയും കൂട്ടരും? സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നുവെന്ന റിപ്പോർട്ടാണ് ഇന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളിരൂപം എന്നിവയുടെ 7 പാളികളിലെ സ്വർണവും തട്ടിയെടുത്തു. അയ്യപ്പൻ്റെ പ്രഭാമണ്ഡലം വരെ എത്തിക്കൊള്ളാം. പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും കർണാടക ബെല്ലാരിയിലെ റുദം ജ്വല്ലേഴ്സ് ഉടമ ഗോവർദ്ധൻ്റെയും കൈവശമുണ്ട് എന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ടിലാണ് ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണ കവർച്ചയാണെന്ന് വ്യക്തമാക്കുന്നത്. ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും കട്ടിളയുടെ മുകൾപ്പടിയിലെ ചെമ്പുപാളിയിൽ പതിച്ചിട്ടുള്ള ശിവരൂപം, വ്യാളി രൂപമടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികൾ എന്നിവയുൾപ്പെടെ 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, ശ്രീകോവിലിലെ തൂണുകളിൽ പതിച്ചിരുന്ന സ്വർണം എന്നിവയാണ് വേർതിരിച്ച് കവർന്നത്. 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം കർണാടക ബെല്ലാരിയിലെ റുദം ജുവലേഴ്സ് ഉടമയും 10ാം പ്രതിയുമായ ഗോവർദ്ധന്റെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ജ്വല്ലറിയിൽ നടന്ന പരിശോധനയിൽ 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അധിക സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ടെന്നും അറസ്റ്റിലുള്ള മറ്റു പ്രതികൾ ഇതിന് സഹായകരമാംവിധം പ്രവർത്തിച്ചതായും ഹൈക്കോടതിയിൽ നൽകിയ SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ തങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വ്യക്തമാകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പ്രതികരിച്ചത്. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, തുണ്ടി മുതൽ കൂടി കണ്ടെത്തണം. കവർച്ച ചെയ്ത സ്വർണം വിദേശത്തേക്ക് കടത്തിയെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഹൈക്കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മതനിരപേക്ഷത CPM എന്നോ കൈവിട്ടുവെന്നും മുഖ്യമന്ത്രി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർക്കുന്നു. ഈ സ്വർണം വളരെ ആസൂത്രിതമായ നിലയിലാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ എവിടെ? വിദേശ രാജ്യങ്ങളിലേക്ക്, അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക് ആൻറ്റിക്സായി ഇത് കടത്തിയാൽ വലിയ കോടാനുകോടി ഇവിടെ ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM പക്ഷപാതികളായ 2 പേരെയാണ് ഇപ്പോൾ SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITക്ക് മേലുണ്ട്. കൂടുതൽ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവരുന്നുമുണ്ട്. കോടതിക്ക് മുന്നിൽ ഈ വിവരങ്ങൾ വന്നില്ല എങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം പോലും അടിച്ചുമാറ്റിയേനെയെന്നും VD സതീശൻ തൃശ്ശൂരിൽ പറഞ്ഞു. 2019 ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു. ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ കള്ളന്മാർ എന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ കാലത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? സാധാരണ രണ്ടാമതും കക്കാൻ പോകും, ഇല്ലേ? അതാണ് 2024 നടന്നത്. ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഉമ്മരെ അടിച്ചു മാറ്റിയാണ്.
തുടക്കത്തിലെയുള്ള നിലപാടുകൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് എം വി ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരാണ് ഉത്തരവാദി, അവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി എടുക്കില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നും പറഞ്ഞത്. ഈ നിലപാട് പാർട്ടി നേരത്തെ എടുത്തിരുന്നു. അയ്യപ്പന്റെ സ്വർണം നഷ്ടപ്പെടരുത്, തെറ്റുകാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ഇന്ന് വീണ്ടും പറഞ്ഞു. ചോദ്യം ചെയ്യലുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം SITയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ് UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് അവർ തന്നെയാണ് SIT രൂപീകരിച്ചത്. വിഷയത്തിൽ NSSന്റെ പ്രതികരണം ഇന്ന് ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റെന്നും വിഷയത്തിൽ NSSനെ കരുവാക്കേണ്ട എന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇന്ന് പ്രതികരിച്ചു. സ്വർണ്ണക്കവർച്ചാ കേസിൽ സർക്കാർ സംവിധാനങ്ങളും കോടതിയുമുണ്ടെന്നും അവർ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ദുഷ്പ്രചരണങ്ങളെല്ലാം തെറ്റാണ്. ശബരിമല വിഷയം രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യവുമില്ല. ഇതിൽ NSSനെ ആരും കരുവാക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഡൽഹി യാത്രയെപ്പറ്റി മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹം മൊഴി നൽകിയത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുത്തത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അടൂർ പ്രകാശിനൊപ്പം സോണിയാഗാന്ധിയെ ഡൽഹിയിൽ സന്ദർശിച്ചതിന്റെ വിശദാംശങ്ങൾ പോറ്റി SITക്ക് മൊഴിയായി നൽകിയത്. പോറ്റിയുമായുള്ള ബന്ധത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് മൊഴിയെടുത്തത്. ഇതോടൊപ്പം മൂവരെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് വേർതിരിച്ച സ്വർണം കൈമാറ്റം ചെയ്തത് സംബന്ധിച്ചും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായാണ് ഇത്. ദ്വാരപാലക ശില്പത്തിലെ പാളികൾ 2025 സ്വർണം പൂശാനെടുത്ത മിനിറ്റ്സിന്റെ രേഖകളുമായി ചോദ്യം ചെയ്യലിനെത്തണമെന്ന് നേരത്തെ SIT നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ പോറ്റിയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളതായി സംശയിക്കുന്ന എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിലയിരുത്തൽ നടത്തി ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. ജനുവരി 15 വരെയാണ് വിജിലൻസ് കോടതി പ്രതികൾ റിമാൻഡ് ചെയ്തത്. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു കോടതി നടപടികൾ. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ നിർണായക നീക്കവുമായി ഇന്ന് ഇന്ത്യ രംഗത്തെത്തി. അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഇന്ത്യ പിന്തുണ അറിയിച്ചു. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ ഇന്ത്യ കൈമാറിയ അനുശോചന കുറിപ്പിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചന കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയെ അപൂർവമായ നിശ്ചയദാർഢ്യമുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച മോദി ഖാലിദ സിയയുടെ ആശയങ്ങൾ തുടരാൻ BNPക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മുഖേനയാണ് നരേന്ദ്രമോദി BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് കഴിഞ്ഞ ദിവസം കത്ത് കൈമാറിയത്. S. ജയശങ്കർ ധാക്കയിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം കൈമാറിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത്. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഹസീനയെ വിട്ടുനൽകണമെന്ന ധാക്കയുടെ ആവശ്യം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്ത്യയിൽ പൊതുപ്രവർത്തനത്തിന് അനുമതി നൽകുന്നതിനെതിരെ ബംഗ്ലാദേശിൽ പ്രതിഷേധമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നടന്ന
നടന്ന ജയശങ്കറിന്റെ 4-5 മണിക്കൂർ നീണ്ട സന്ദർശനത്തിൽ ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഹൈന്ദവ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യക്കുള്ള കടുത്ത ആശങ്കയാണ് ജയശങ്കറിന്റെ ദ്രുതഗതിയിലുള്ള മടക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2025 ഏപ്രിലിൽ ബാങ്കോക്കിൽ വെച്ചും 2024 ഡിസംബറിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്ക സന്ദർശിച്ചപ്പോഴും മാത്രമാണ് മുഹമ്മദ് യൂനിസുമായി ഇന്ത്യ ഇതിനു മുൻപ് ഉന്നതതല ചർച്ചകൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള 391 തടവുകാരുടെയും 33 മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങളാണ് പാകിസ്ഥാന് കൈമാറിയത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള 58 തടവുകാരുടെയും 199 മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ ഇന്ത്യയ്ക്കും കൈമാറി. തടവുകാരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ചതിയൻ ചന്തു പ്രയോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI വഞ്ചനയും ചതിയും കാട്ടുന്ന പാർട്ടിയല്ലെന്നും LDFിലെ പ്രധാന ഘടകകക്ഷിയെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് തെറ്റല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുഖ്യമന്ത്രി ബിനോയ് വിശ്വം അല്ല പിണറായി വിജയനെന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന രാഷ്ട്രീയ വിവാദമാകുന്നതിന് മുമ്പ് തന്നെ അതിനെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രിയും CPI നേതൃത്വവും രംഗത്ത് വന്നു. ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന പാർട്ടിയല്ല CPI എന്നും മുന്നണിയിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണെന്നും മുന്നണിക്കുള്ളിൽ CPMഉം CPIയും ഊഷ്മള ബന്ധത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDFിലെ CPIഎമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നു എന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. അതേസമയം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ വിവാദത്തിൽ തന്റെ നിലപാടിൽ തെറ്റില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിന് മറുപടി നൽകുകയും ചെയ്തു. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറുകയറ്റിലായിരിക്കും. ഞാൻ കാറുകയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് CPI പരസ്യമായി പ്രതികരിച്ചത്. എന്നാൽ CPIക്കെതിരെ നടത്തിയ വെള്ളാപ്പള്ളിയുടെ വാവിട്ട പ്രസ്താവനയെ മുഖ്യമന്ത്രി തള്ളുന്നുവെങ്കിലും അദ്ദേഹവുമായുള്ള ചങ്ങാത്തത്തെ തള്ളാൻ ഇപ്പോഴും തയ്യാറല്ല എന്നതാണ് ശ്രദ്ധേയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് രംഗത്തെത്തി. വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനം വഹിച്ച പങ്കിനോട് ബഹുമാനമാണ്. ചില സമയത്ത് അദ്ദേഹം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് മാത്രമല്ല പറയുന്നത്, അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നും MA ബേബി ഇന്ന് പറഞ്ഞു. യോജിക്കാവുന്ന അഭിപ്രായങ്ങളെ സ്വീകരിക്കും, അല്ലാത്ത അഭിപ്രായങ്ങളെ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIക്കെതിരായുള്ള ചതിയൻ ചന്തു പരാമർശത്തെക്കുറിച്ച് താൻ പ്രതികരിക്കേണ്ടതില്ല എന്നും MA ബേബി വ്യക്തമാക്കി. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള SNDP യോഗത്തിൻ്റെ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ചരിത്രപരമായി വഹിച്ച പങ്കിനോടെല്ലാം നമുക്ക് ബഹുമാനമുണ്ട്. എന്നാൽ ചില സമയത്ത് അദ്ദേഹം അങ്ങനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പറയേണ്ടത് മാത്രമല്ല പറയുന്നത്. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടെ വിറയലും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയവരിൽ 2 പേർ 2 ദിവസത്തിനിടെ മരിച്ചു. അണുബാധയേറ്റതാണ് മരണകാരണമെന്ന ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ 29-ന് ഡയാലിസിസ് ചെയ്ത 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഇതിൽ 2 പേരാണ് 2 ദിവസങ്ങളിലായി മരിച്ചത്. ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ കായംകുളം പുതുക്കാട് വടക്കേതിൽ മജീദ്, ഹരിപ്പാട് പട്ടണത്തിലെ പച്ചക്കറി വ്യാപാരി വെട്ടുവേനി ചാക്കനാട്ട് രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ മജീദ് ഇക്കഴിഞ്ഞ 30-നാണ് മരിക്കുന്നത്. രാമചന്ദ്രൻ ബുധനാഴ്ച രാവിലെ സ്വകാര്യ
സ്വകാര്യ ആശുപത്രിയിൽ വെച്ചും മരണപ്പെട്ടു. ഡയാലിസിസിനിടെ അണുബാധയുണ്ടായതാണ് മരണകാരണമെന്ന് രാമചന്ദ്രന്റെ കുടുംബം ആരോപിച്ചു. ഇവിടെ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരോ നല്ലൊരു ഡോക്ടറോ ഇല്ല, ഒന്നുമില്ല. ഒരു ഇതില്ലാത്ത വീടും വൃത്തിയില്ലാതെ കിടക്കുക. ഡയാലിസിസ് റൂമിൻ്റെ അതൊരു ചെരുപ്പിട്ടുകൊണ്ടൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും കുഴപ്പം പറ്റിപ്പോയി. എത്രയോ ജനങ്ങൾ സാധാരണപ്പെട്ടവനൊന്നും പോകാൻ പറ്റാത്ത ഹോസ്പിറ്റലല്ല ഇപ്പോൾ ഹരിപ്പാട് ഹോസ്പിറ്റൽ. അത് നേരത്തെയൊക്കെ നല്ല നല്ല ഡോക്ടർമാരിരുന്നു. ഇപ്പം മൊത്തം പഠിക്കുന്നവരെ കൊണ്ട് നിർത്തിയേക്കോ. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് ഇനിയിപ്പം അതിന്റെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുക. എന്താ നാളെ ഒരു മനുഷ്യന് ഈ ഒരു അവസ്ഥ വരരുത്. അസ്വസ്ഥത അനുഭവപ്പെട്ടവരിൽ ഒരാൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയത്. അതേസമയം ഡയാലിസിസ് ഉപകരണങ്ങൾ, വെള്ളം എന്നിവ പരിശോധിച്ചുവെന്നും അവ അണുവിമുക്തമാണെന്നും വീണ്ടും വിദഗ്ധ പരിശോധന നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് അറിയിച്ചു. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇൻഡോറിൽ മലിനജലം കുടിച്ച് 13 പേർ മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. 170 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 1000-ലേറെ പേർക്ക് വയറിളക്കവും ഛർദിയും ബാധിച്ചു. പ്രധാന ജലവിതരണ പൈപ്പ് ലൈനിലെ ചോർച്ചയാണ് മലിനീകരണത്തിന് കാരണമെന്ന് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തി. പൈപ്പ് ലൈന് മുകളിലായി ശുചിമുറി നിർമ്മിച്ചതാണ് കാരണമെന്നാണ് വിശദീകരണം. ഇൻഡോർ ഭഗീരഥപുരയിലാണ് സംഭവം. ഇന്നലെ 7 പേരാണ് മരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന പദവി തുടർച്ചയായി 8ാം തവണയും നിലനിർത്തിയ ഇൻഡോറിലാണ് ഈ സംഭവം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. നവകേരള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ഇന്നു മുതൽ താഴെത്തട്ടിൽ ഇറങ്ങിച്ചെല്ലുന്നു. വികസനത്തിലും സമാധാനത്തിലും ഊന്നിയ കേരളമാണോ വർഗീയതയിലൂന്നിയ ഭരണമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജനുവരി 20-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സർക്കാരിൻ്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നു. നവകേരള പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി ജനങ്ങളുമായി ആശയസംവാദമാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷത്തെ ഭരണനേട്ടങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു മനസ്സിലാക്കും. ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, സാമ്പത്തികം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് മുഖ്യമന്ത്രി. വിവിധ വിഷയങ്ങളിൽ കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും വികസനത്തിൽ കേരളം മുന്നേറി എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. വർഗീയതയിലൂന്നിയ കേരളമാണോ വികസനവും സമാധാനവും നിലനിൽക്കുന്ന നാടാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ വിഷയം ഉയർത്തിക്കാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് സർക്കാർ. ഈ മാസം 20-ന് സർക്കാരിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 29-നാണ് സംസ്ഥാന ബജറ്റ് അവതരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും പുതുവത്സര സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. ജീവിതപാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ജീർണതകളെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നുവരുമെന്നും അമ്മ പറഞ്ഞു. നമ്മൾ മറ്റൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയിലാകെ സന്തോഷം അലയടിക്കുമല്ലോ. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളെല്ലാം ആ സന്തോഷത്തിൽ പങ്കുചേരും. അതുപോലത്തെ ഒരവസരമാണ് പുതുവർഷ പിറവി. ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും നിമിഷങ്ങൾ. സന്തോഷമെന്നത് നമ്മുടെ എല്ലാ അവകാശമാണ്. സന്തോഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. മാത്രമല്ല നമ്മുടെ സ്വപ്രതീക്ഷയും ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്കാരപൂർണമായ ആഘോഷമാണ് വേണ്ടത്. ആഘോഷത്തോടൊപ്പം അവബോധവും നമുക്ക് ആവശ്യമാണ്. പുതുവർഷപ്പിറവി വിലയിരുത്തുന്നതിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണം. അപ്പോഴേ അത് നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. പരിണാമമാണ് പ്രകൃതിയുടെ നിയമം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം ഋതുക്കൾ ഓരോന്നായി കടന്നു വരുന്നു, ഓരോന്നായി കടന്നു പോവുകയും ചെയ്യുന്നു. ശിശിരം വരുമ്പോൾ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിച്ചു കളയും. കാരണം അത് പൂർണ്ണകാലത്ത് നിന്നുള്ള ജീർണതകളാണ്. വസന്തം വരുന്നതോടെ പുതിയ നാമ്പുകൾ വളരും.
പ്രകൃതി സസ്യശ്യാമളമാകും, എങ്ങും പൂക്കൾ വിരിയും, ഏവർക്കും ഉല്ലാസവും ആനന്ദവും ഉണ്ടാകും. അതുപോലെ ജീവിതപാതയിൽ ജൈവപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിലെ ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വസന്തം കടന്നു വരും. ബാഹ്യമായ പരിവർത്തനത്തിനോടൊപ്പം ആന്തരികമായ പരിവർത്തനം കൂടി ജീവിതത്തിൽ സംഭവിക്കണം. ആ ആന്തരികമായ പരിവർത്തനമില്ലെങ്കിൽ പുതുവർഷപ്പിറവി അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും മാറ്റം മാത്രമായി തീരും. അത് കഴമ്പില്ലാത്ത കുറെ ആഘോഷം മാത്രമാകും. കലണ്ടറിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പുതുമയെ ഉദ്ധരിക്കണം. ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.